റെഡ്മി നോട്ട് 9S എന്ന് പറയുന്ന മോഡലാണ്. നോട്ട് 9 പ്രോവും സെയിം തന്നെയാണ്, നോട്ട് 9Sഉം സെയിം തന്നെയാണ്. ഇതാണ് മോഡൽ. ഇത് ഷോപ്പ് വർക്കാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡാറ്റ പഠിച്ച്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതിൻ്റെ പ്രോസസ്സിങ്. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, സിം ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. കസ്റ്റമർ അല്ല, ഷോപ്പ് എന്ന് പറഞ്ഞത് ഒരു നെറ്റ്വർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ടൗണിലുള്ള ഷോപ്പല്ല, ഉള്ളിലുള്ള ഷോപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നെറ്റ്വർക്ക് വരുമ്പോൾ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടൗണിൽ ഫുൾ നെറ്റ്വർക്ക് ഉണ്ടാവും, നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് നെറ്റ്വർക്ക് ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ നോക്കിയാൽ, നിങ്ങളെ കാസർഗോഡ് വരുമ്പോൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാൻ വരുമ്പോൾ മേലെ ഫുൾ റേഞ്ച് ഉണ്ട്, വീട്ടിൽ പോയി നോക്കുമ്പോൾ ഫുൾ റേഞ്ച് ഇല്ല, ഇല്ലേ? ചിലപ്പോൾ 2 കുറ്റിയോ 1 കുറ്റിയോ മാത്രമേ ഉണ്ടാവും. കാരണം എന്താ, ഇവിടെ നെറ്റ്വർക്കിൻ്റെ സ്ട്രെങ്ത്ത് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നെറ്റ്വർക്ക് കിട്ടും. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ICO അതല്ലാന്നുണ്ടെങ്കിൽ ആൻറ്റിന പാഡോ വീക്ക് ആണെങ്കിൽ നെറ്റ്വർക്ക് കിട്ടത്തില്ല. കിട്ടുക പറഞ്ഞാൽ കുറവായിരിക്കും, റേഞ്ച് കുറവായിരിക്കും. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോഡ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നമ്മളെ ഇവിടുത്തെ സ്ട്രെങ്ത്തും വീട്ടിലത്തെ സ്ട്രെങ്ത്ത് എത്ര ഡിഫറെൻ്റ് ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ചിലപ്പോൾ ഫുള്ള് റേഞ്ച് കാണിക്കും, ഫുൾ കുറ്റി കാണിക്കും, പക്ഷെ നമ്മൾ ഇവിടെ കിട്ടുന്ന സ്പീഡ് നമ്മളെ നാട്ടിൽ പോയി കിട്ടില്ല. ഇതിപ്പോൾ 5Gക്ക് ഭയങ്കര സ്പീഡാണ്, 5G ഫുൾ കട്ട കാണുന്നുണ്ട്. ഇതേ കട്ട നമ്മളെ വീട്ടിൽ പോയിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, 5Gയിൽ കാസർഗോഡ് കിട്ടുന്ന ഇത് എന്ത് കിട്ടുന്നില്ല, നമ്മളെ നാട്ടിൽ പോയിട്ടാകുമ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ടാവാം നെറ്റ്വർക്ക് ഫുള്ള് ഉണ്ടാവും, എന്നാലും എന്തെങ്കിലും നെറ്റ്വർക്ക് കിട്ടത്തില്ല. കാരണം ഇതിൻ്റെ സ്ട്രെങ്ത്ത് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ അതറിയാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഉണ്ട്. ആ കോഡ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സ്ട്രെങ്ത്തും നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്ട്രെങ്ത്തും നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് ആദ്യം സിം ഇട്ട് ചെക്ക് ചെയ്യണം. കാരണം എല്ലാ IC മാറിയെന്ന് അറിഞ്ഞിട്ട് കൊണ്ട് തന്നത് 2 കംപ്ലൈൻറ്റ് ഉണ്ട് ഇതിൽ. ഒന്നാമത്തെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഇഷ്യൂ, രണ്ടാമത്തെ കംപ്ലൈൻറ്റ് പറയുന്നത് സ്ലോ ചാർജിങ്. അപ്പോൾ നെറ്റ്വർക്ക് റെഡിയാണെന്നുണ്ടെങ്കിൽ മാത്രം മറ്റൊന്നും കൂടി ചെയ്തോ, അല്ലെങ്കിൽ ഒഴിവായിക്കോ എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. ഫൈനൽ സൊല്യൂഷൻ ആണ് വെച്ചാൽ നമ്മളൊരിത് പറഞ്ഞ ഇപ്പോൾ നോക്കാണ്ട് റിട്ടേൺ വിട്ട് കഴിഞ്ഞാൽ ഈ സാധനം റിട്ടേൺ പോകും. കാരണം ആൾ എല്ലാം നോക്കിയിട്ടുണ്ട്, നെറ്റ്വർക്കിൻ്റെ എല്ലാ പാത്തും എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കിവിടെ വന്നത് ഞാൻ എടുത്തത്, ഇതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇത് കാണിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നത്, സിഗ്നൽ ചെക്ക് ചെയ്യുന്നതെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് സിം ഇടണം. ഒരു സിം ഇതാ,